അപ്പോൾ RJ അഞ്ജലി ഇപ്പോൾ എയറിൽ നിന്ന് പതുക്കെ ഇങ്ങനെ താഴത്തേക്ക് വരികയാണ്. RJ അഞ്ജലിയുടെ വിഷയത്തിൽ ഒപ്പമുള്ള പെൺകുട്ടി മാപ്പ് പറഞ്ഞില്ല എന്നുള്ളൊരു വിഷയം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പമുള്ള പെൺകുട്ടിയുടെ മാപ്പ് കൂടി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ മാപ്പ് വന്നത് പ്ലസ് ഒരു ചാനൽ ചർച്ചയിൽ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം പ്ലസ് നമ്മുടെ തൊപ്പി, ഇതാണ് കോണ്ടന്റ്. ഓക്കെ, ഇനി ഒപ്പമുള്ള കുട്ടി മാപ്പ് പറഞ്ഞില്ല എന്നുള്ള സ്കീം വേണ്ട. ഒപ്പമുള്ള കുട്ടി മാപ്പ് പറഞ്ഞു ഞാനിവിടെ വയ്ക്കാം. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ക്ഷമാപണം ആക്സെപ്റ്റഡ് അല്ലേ? അല്ലേ? ഓക്കെ, ആക്സെപ്റ്റഡ് ആണ്. കാരണം രണ്ടുപേരും കൂടി വന്ന് ക്ഷമ ചോദിച്ചല്ലോ. പിന്നെ ഈ ക്ഷമ ചോദിച്ചതിന് ശേഷം ഇവർ കുറേ റീൽസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഒരു എന്താ പറയുക, ഗ്രാവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അവരത് പ്രത്യേകിച്ച് ബാധിച്ചിട്ടില്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കുറച്ച് വീഡിയോസൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അതൊരു സൈഡിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇനി മെയിനായിട്ട് ഞാനിവിടെ വെക്കുന്നത്, ഈ ഒരു ചർച്ച നിങ്ങൾ കാണണം. ഈ വ്യക്തി പറയുന്ന കാര്യം യോജിക്കുന്നുണ്ടോ ഇല്ലെന്ന് കൂടി പറയണേ. ഓക്കെ, ആ വിവാദം ഞാനായിരുന്നു അവിടെ ആ സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ കട്ട് ചെയ്തിട്ട് പോയ ഒരാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരാളിൻ്റെ വിഷയത്തിനെ നാളെ ഇനി ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സംഭവം. അല്ലെങ്കിൽ അവരോട് പെർമിഷൻ നമ്മൾ വാങ്ങണം. അവർ വീഡിയോയിലോ അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിലെങ്കിലും ഒരു മെസ്സേജ് വാങ്ങിയിട്ട് അത് ചെയ്തെങ്കിൽ കുഴപ്പമില്ല. പിന്നീട് അത് മറ്റൊരു തരത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളിലൊന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. കാരണം അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ. ഇപ്പം ഞങ്ങൾ ഒരുപാട് പിന്നെ ചീത്തവിളികൾ കേൾക്കാറുള്ള ആളാണ്. പക്ഷേ അത് ഒരു മോശം വാക്കുകളും ടെലികാസ്റ്റ് ചെയ്യാറില്ല. കാരണം ആ വാക്കുകളൊക്കെ അവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ടെലികാസ്റ്റിലേക്ക് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ടായി, അതിൽ മാപ്പ് പറയുന്നു. അതിനുശേഷവും തുടരുന്ന സൈബർ ആക്രമണം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ ഒരാളെ എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഒരാൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. അയാൾ കൃത്യമായി മാപ്പ് പറഞ്ഞെങ്കിൽ അവിടം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഇത്രയും വലിച്ചു നീട്ടേണ്ട അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മനുഷ്യനാണ്. പിന്നെ ഇതൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രാങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ RJ അഞ്ജലി ചെയ്തത് ആണെങ്കിലും സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. പിന്നെ ചില വാക്കുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് പറയണം. ചില വാക്ക് നമ്മൾ ചെയ്യുമ്പോൾ പോലും നമുക്കറിയില്ലല്ലോ ഈ വരുന്ന ആൾ എന്ത് സ്വഭാവക്കാരി ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോഴായിരിക്കും, ഈ കഥ അവസാനിപ്പിച്ച് ടെലികാസ്റ്റ് ഷൂട്ട് പൂർണ്ണമാകുമ്പോഴായിരിക്കും ആൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഇത്ര ലൈറ്റ് ആയിട്ടാണ് പറയുന്നത് അല്ലേ? അത് ആ വാക്ക് ഉപയോഗിച്ചതൊരു വിഷയമല്ല, പ്രശ്നം തീർന്നു. ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് കിട്ടുന്ന പരിഗണനയല്ലേ? അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ തൊപ്പി വളിപ്പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലേ? വളാഞ്ചേരി പോയിട്ട് ഇനാഗുറേഷന്റെ സമയത്ത് ഞാൻ തിന്നത് ചക്കക്കുരു, ഞാനിട്ടത് ചക്കവളി എന്ന് പറഞ്ഞുള്ള ഒരു സാധനം പാടിയപ്പോഴത്തേക്ക് അതിന് പോലീസ് കേസ് വന്നു തൊപ്പിക്ക്. എന്തൊക്കെ ചാനൽ ചർച്ചയായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഈ സൊസൈറ്റിക്ക് ഒരു മറ്റേ എന്താണ് ത്രെട്ടാണോ പിടിക്കപ്പെട്ട രീതി. അയ്യോ, എന്തായിരുന്നു തൊപ്പീനെ പിടിച്ചോണ്ട് പോയത്? പോലീസുകാര് വീട്ടിൽ വരുന്നു, അതിൽ ചവിട്ടിപ്പൊളിക്കണു, കുത്തിപ്പൊളിക്കണു, എടുത്തുകൊണ്ടോണു. അന്ന് ഇതൊരു രസമാണെന്നോ, ഇതൊരു അബദ്ധം പറ്റിയതാണെന്നോ, ഇതൊരു അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ ആ തൊപ്പിക്ക് കിട്ടിയിട്ടുണ്ടോ? തൊപ്പിക്ക് കിട്ടിയിട്ടില്ല ഒരു രീതിയിലും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യത്തിന് മുകളിൽ ഇനി കുറേ ഡെക്കറേഷൻ വെച്ച് അവർ ചെയ്ത തെറ്റ് അവർ ആക്സെപ്റ്റ് ചെയ്തു. അവർ പറഞ്ഞത് മോശമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതൊരു സ്ത്രീയെ അവരുടെ തൊഴിലിനെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു വിമർശനമാണ്. അത് ഇതിനു മുമ്പും ഈ RJ അഞ്ജലിയും ഈ ഒപ്പമുള്ള കുട്ടിയും കൂടി ഇതിനു മുമ്പും ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത് വിവാദമായില്ലല്ലോ. എന്തുകൊണ്ട് ഇത് വിവാദമായി? പൊതുസമൂഹത്തിന് ഇത് കാണുമ്പോൾ ആ സ്ത്രീ എന്നുള്ള എലമെന്റിൽ നിന്ന് മാറിയ ആ ഒരു വ്യക്തിയുടെ ജോലിയുടെ മുകളിലാണ് അവരെന്ത് ചെയ്തത്, ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ച് ഈ ഒരു കാര്യം പറഞ്ഞത്.
അതിൻ്റെ മുകളിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ ഇത് ലേഡി ആയതുകൊണ്ട് ഇവരുടെ മാപ്പ് പറച്ചിലിന് ഈ പറഞ്ഞ പോലെ ആണുങ്ങളെ പോലെയല്ല, ഒറ്റ മാപ്പിൽ തീരും, പരിപാടി കഴിയും. ഇനി ഇവരിതൊക്കെ ചെയ്തു, ഇവർ മാപ്പ് പറഞ്ഞു, ഈ വിഷയങ്ങളൊക്കെ അവിടെ തീർന്നു. കുറച്ച് പേരുണ്ട് ഇതിൻ്റെ മുകളിൽ ഇവരെന്തും വിളിച്ച് പറയാമെന്ന് വിചാരിക്കുന്നവർ. അത് ഒട്ടും യോജിക്കാൻ പറ്റില്ല, എനിക്കും പേഴ്സണലി യോജിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റും. അപ്പം ആ ഒരു ടൈമിൽ കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ തെറിവിളികളോ കാര്യങ്ങളോ വരാം. പേഴ്സണൽ ഇൻബോക്സിൽ പോയിട്ട് പറയുന്ന വൃത്തികേടിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എൻടോസ് ചെയ്യരുത്. മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും തെറി പറയാന്ന് പറയണതിൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല. ഈ മാപ്പ് പറഞ്ഞ തന്നെ വലിയ കാര്യം തന്നെയാണ് ഓരോരുത്തര്. അത് മാപ്പ് പറഞ്ഞ രീതിയും കുറെ പേർക്ക് ഇപ്പം ഞാൻ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ മാപ്പ് പറയുന്ന രീതി തന്നെ ഒരുമാതിരി മാപ്പ് അങ്ങനെ രീതി ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ഒരു ടോൺ അതിനകത്തുണ്ട്. അപ്പൊ എന്താണെങ്കിലും വേറൊരു വീഡിയോ കൂടി അവിടെ പ്ലേ ചെയ്യട്ടാ. ഹലോ നമസ്കാരം, ഞാൻ RJ അഞ്ജലി. ഞാൻ നിരഞ്ജന. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ വിചാരിക്കുന്നത് റേപ്പിസ്റ്റുകളെല്ലാം ജയിലിലായി കഴിഞ്ഞു എന്നാണ്. ശരിക്കും അങ്ങനെയാണോ? എന്താ നിരഞ്ജന, നീ എന്തിനാ ഇത്ര നല്ല ആർട്ടിസ്റ്റായി ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാണ് വേറെ ലേഡീസിനൊക്കെ പോയിട്ട് വിളിക്കണേ? നിനക്ക് കുണ്ടിൽ മെഹന്തിട്ട പോരായോ? ഞാൻ ഇട്ടെടുത്തില്ലോ നിനക്ക് നല്ല നൈസായിട്ട് നല്ല ഡിസൈൻ വർക്കിൽ ഞാൻ ചെയ്തെടുത്തില്ലോ. രണ്ട് സൈഡിലെ കുണ്ടിൽ ഇങ്ങനെ സൈഡിലായിട്ട് മാറ്റി ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഡിസൈനിൽ ചെയ്തു തരും. അതൊക്കെ നൈസായിട്ട് നല്ല സോഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒക്കെ ചെയ്തു തരുമ്പോൾ ഒരു പ്രത്യേക സുഖം കൂടെ കിട്ടും നിനക്ക്. ചെറിയൊരു സുഖം കിട്ടത്തില്ല. കുട്ടാ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ റെക്കോർഡിങ്സ് ഉണ്ടാകും, മൈക്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. സോ ഒരുമിച്ച് നമുക്ക് പോലീസ് സ്റ്റേഷനിലിരുന്ന് മെഹന്തി ഇടാം കേട്ടോ. ചേച്ചിയും വരാം, ചേച്ചിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് തെറ്റാണ്, അത് നമ്മൾ സമ്മതിച്ചു. അതിന്റെ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തു. യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നവര് എഴുതി കൊടുത്ത് കഴിഞ്ഞു, മനസ്സിലായോ? അപ്പൊ പക്ഷെ നീ ഇപ്പൊ എന്താ ചെയ്തത്? നീ സെക്ഷൽ അബ്യൂസാ ചെയ്തത്, അതും എന്റെ മോളുടെ പ്രായത്തിലുള്ള. അത് ലീഗൽ ഇഷ്യൂസ് നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി. ഓക്കെ, വരാം. ഖത്തറിന്ന് വരാം. ഞാൻ അവിടെ ചാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. അവിടുത്തെ ഫ്ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ, കേരളത്തിലേക്ക് എപ്പോഴാണ് ഖത്തർ എയർവേസ് നോക്കട്ടെ. ഞാൻ ഖത്തർ എയർവേസിലല്ലേ വരാറുള്ളത്. ചേട്ടാ ഇപ്പൊ കപ്പലിലാണോ ഉള്ളത്? ഇറങ്ങുമ്പം മൈലാഞ്ചി ഇടാൻ വരുമായിരിക്കും പോലീസ് സ്റ്റേഷനിൽ. ഇത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യേ. ഞാൻ അതിന് വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, മൈലാഞ്ചി ഇടുന്ന ഒരു തെറ്റേ അല്ല. ഓക്കെ, ഞാൻ നിന്റെ പണി കളയാൻ ശ്രമിച്ചതല്ല. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ പ്രാങ്കൊക്കെ ഞാൻ ആസ്വദിക്കലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ ജോലി തിരക്കിനിടയിൽ മാപ്പാക്കണേ. പേടിക്കണ്ടേ, ചത്തുവേ. അപ്പോൾ ഇതേപോലെ അവരെ പേഴ്സണലി ഇങ്ങനെ എന്താ പറയുക ബുള്ളി ചെയ്യുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. പറയാനുള്ള അഭിപ്രായം മാന്യമായിട്ട് പറഞ്ഞിട്ട് പോവാം. അതല്ലാതെ അവരെ ചെന്ന് അവരുടെ പേഴ്സണൽ ഇൻബോക്സിൽ കയറിയിട്ട് ഒരു തെറ്റ് പറഞ്ഞു, ഒരു തെറ്റ് അവർ ചെയ്തതിന് അവർ മാപ്പി ചോദിച്ചു. അതേ തെറ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടോ എന്നുള്ളൊരു സംഗതി നിങ്ങളും പേഴ്സണലി ഒന്ന് ആലോചിച്ചിട്ട്. അവരൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇയാൾ വേറൊരു തെറ്റ് കൂടെ. അതെ, അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. അതൊരിക്കലും എൻഡോസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പലരും ഇന്ന് ഇതിലൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടത് നിങ്ങൾക്കിത് വേണം, നിങ്ങൾക്കിത് കിട്ടണം, അത് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കണ്ടു. എനിക്കെന്തോ അതിനോട് യോജിപ്പില്ല. അത് അവർക്ക് കിട്ടേണ്ടതൊന്നുമല്ല. അപ്പം ചെയ്തതിനുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഇൻബോക്സിൽ നേരിട്ട് പോയിട്ട് ഇങ്ങനത്തെ വൾഗർ ടോക്സ് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഇതിനിടയിൽ വേറെ കാര്യമുണ്ട്. എന്താ തൊപ്പീൻ്റെ മാറ്റർ പറഞ്ഞത്? തൊപ്പി വളിപ്പാട്ട് പാടിയപ്പോൾ കേസായി, പ്രശ്നങ്ങളായി. ആ തൊപ്പി ഇന്നത് തിരുത്തി. തൊപ്പീനെ കഴിഞ്ഞ ലൈവിൽ തൊപ്പി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ഞാനതെന്താണ് ഇവിടെ പ്ലേ ചെയ്യാം. ആനക്കൊമ്പ് ഇന്ന് അയച്ചതേ ഉള്ളൂ. ഞാനതാ ആനക്കൊമ്പ് അയച്ചല്ലോ അയക്കടാ. ഞാൻ തിരിച്ച് അതേ അഡ്രസ്സിലേക്ക് എന്റെ കൊമ്പ് ഞാൻ അയച്ചുവിടും. ഞാൻ കാര്യം പറയാം. പൊട്ടിട്ട പോലെ ഇട്ട് കൊടുക്കണം അല്ലെ? മുണ്ടാടുക്കണം. വൃത്തിയോടെ പറയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഞാൻ 2 ദിവസം മുന്നേ ഒരു ഫാമിലിനെ പരിചയപ്പെട്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ. അടി ഇവര് TV-ലാന്നല്ലാണ് എന്റെ ലൈവ് കാണുന്നത്, മനസ്സിലാവും? അപ്പൊ നമ്മളിവിടെ തെറി പറയുന്നത് ഭയങ്കര മോശമല്ലേ? അപ്പൊ ഭയങ്കര മോശം കാര്യം പറയാല. ഈ ഫാമിലി ആയിട്ടല്ലേ ഇവര് TV-ൽ വെച്ചിട്ട് കാണുന്ന ലൈവെല്ലാം നമ്മൾ തെറി പറയുന്നത് ഭയങ്കര മോശം. ഞാൻ നിന്നോട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, എനിക്ക് തെറി പറയരുത്. തെറിയും പറയരുത്, ഇങ്ങനെ തീട്ട കേസും പറയരുത്. നീ ഇപ്പൊ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. നീ ഇപ്പൊ ചോദിച്ച ഇന്ന് പോട്ടെ, ഇനി മുതൽ അങ്ങോട്ട്. ഓക്കെ, തീരെ എന്റെ മൂക്കിൽ കുത്തി പൊട്ടിക്കല്. എങ്ങനെയുണ്ട്? തൊപ്പിയപ്പോ ഏകദേശം മാറി തുടങ്ങി. ഒരു അനുഭവം കിട്ടി. അത് മാത്രമല്ല, തൊപ്പിക്ക് തന്നെ മനസ്സിലായി വ്യൂവർഷിപ്പ് ഇതിന് മോശമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതും.
അതൊരു മോശം കാര്യമാണെന്നുള്ളത് തൊപ്പിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ തൊപ്പി മാറി തുടങ്ങി. പക്ഷെ മാറി തുടങ്ങിയത് ഇതാരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യൂ? ചോദ്യം ഇതാണ്. തൊപ്പിയുടെ ഈ മാറ്റം ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും? ഇപ്പോൾ അവിടെ അവർ ഒരു തെറ്റ് ചെയ്തു, അതിന് സോറി പറഞ്ഞു, അവർ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റബിൾ ആണ്. അഭിപ്രായത്തിൽ തൊപ്പിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള മാറ്റമായിരിക്കണം, അല്ലാതെ ആ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം പറഞ്ഞ കാര്യം അല്ല. തൊപ്പി ഒരുപാട് മാറി. എന്തെങ്കിലും വിവാദങ്ങൾ കേട്ടിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. തൊപ്പിന്റെ ഒരുപാട് കാണുമ്പോൾ നമുക്കറിയാം സംസാരത്തിൽ ഒരുപാട് മാറി. ഇപ്പൊ എന്താ അറിയോ, മാറാത്തത് ഒപ്പമുള്ളവരാ. ഒപ്പമുള്ളവർ പഴയ തൊപ്പിന്റെ ഒരു പോക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരും മാറും അല്ലേ? കുറച്ച് കേസും കൂട്ടം പ്രശ്നങ്ങളൊക്കെ മാറുമ്പോ അവരും മാറും. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചേഞ്ച് തൊപ്പിക്ക് വന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ജിത്തുഭായി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആ മാറ്റം എന്താന്ന് അറിഞ്ഞിട്ട് പോരെ എന്നുള്ളൊരു ചോദ്യം. അതിപ്പോ അവരുടെ കേസിൽ നിങ്ങൾ അങ്ങനെ ആലോചിച്ചോ? അവരിഞ്ഞി പറയില്ലായിരിക്കും ഇല്ലല്ലോ. ഇല്ലല്ലോ. തൊപ്പീന്റെ കാര്യം വന്നപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? അതൊരു മാറ്റം ഇനി അവൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലല്ലേ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തൊപ്പി വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. ആർജെ ഈ അഞ്ജലിന്റെ കേസിൽ നാളെ അവര് പറയില്ല എന്നറിയുണ്ട്. അപ്പൊ അവിടെയാണ് ആണും പെണ്ണും തമ്മിലുള്ള എന്ത് ഒരു മാറ്റം. ഞാൻ പറയുന്നത് ആണായോണ്ടും പെണ്ണായോണ്ടൊന്നും പറഞ്ഞല്ല. അല്ല, നമുക്കത് ഒരു ലെയറിൽ നമുക്കത് കൺവിൻസിങ് ആവില്ല. ഞാൻ എന്താ വെച്ചാൽ തൊപ്പിന്റെ മുൻകാലത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. തൊപ്പി വീണ്ടും അങ്ങനെ ഇനിയിപ്പോ ഈ നേരത്തെ പറഞ്ഞ തൊപ്പിന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ തൊപ്പി എന്നല്ലെന്ന്, നമ്മൾ ആണുങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക സൊസൈറ്റിയിൽ, നമ്മൾ പറഞ്ഞ ആരും കൺവിൻസ് ആവില്ല. നമ്മളിപ്പോ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ വർത്താനല്ലോ ഒഞ്ഞി ചെയ്താലോ എന്നുള്ള ചോദ്യം വരും. അതുപോലെ സ്ത്രീ വന്നിട്ട് പറയാണ് ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആണുങ്ങളടക്കം എന്ത് ചെയ്യും? അയ്യോ പാവം വിശ്വസിക്കും. അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ചുറ്റുമുള്ള ഒരു സംഗതി അങ്ങനെ ആയതുകൊണ്ടും നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ആണുങ്ങൾക്ക് ആ ഒരു ആക്സെപ്റ്റൻസ് കിട്ടില്ല, വളരെ കുറവായിരിക്കും. സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് കുറച്ചും കൂടി എന്താണ് ആക്സെപ്റ്റൻസും കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു മാപ്പ് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ആളുകൾ ഓക്കെ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. പക്ഷെ ആണുങ്ങളുടെ കേസിന് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ആർജെ അഞ്ജലിയുടെ സ്ഥാനത്ത് ഒന്നും വേണ്ട, തൊപ്പീൻ്റെ തന്നെ നിങ്ങൾ എക്സാമ്പിൾ വെക്കുക. ആർജെ അഞ്ജലിയുടെ സ്ഥാനത്ത് തൊപ്പി ആയിരുന്നെങ്കിൽ ഇതേപോലെ ഒരു പ്രാങ്ക് കോള് വിളിച്ചിട്ട് ഒരു ലേഡിയോട് ഇങ്ങനെ സ്ഥലത്ത് മൈലാജി ഇട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി ഇന്റർനാഷണൽ കുറ്റവാളിയാണ്. പിന്നെ തൊപ്പി തീർന്നു. തൊപ്പി ഓൾറെഡി തീർന്നു. നിങ്ങൾ തൊപ്പിന്റെ ശവപ്പെട്ടിയിലിടും. തൊപ്പി അല്ല, ഞാൻ പറഞ്ഞ തൊപ്പിനെ ഓൾറെഡി പിടിച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ. ഏതൊരാണാണെങ്കിലും ആ ആണ്ട് ജീവിതം പോയൊരു കേസാണ്. ഇപ്പൊ എന്തായി, ഇവര് മെല്ലെ ഇനി നോക്കിക്കോളൂ നാളെ മുതൽ. അല്ല, അതും ഇവരിതിനു മുമ്പ് കുറെ സംസാരിച്ചിട്ടുള്ളതാണ് ലേഡീസിന് വേണ്ടിയിട്ട്, മനസ്സിലായോ? എന്നിട്ടാണ് അത് ഒരു സംഗതി ഉണ്ടായതും അതിന്റെ മുകളിൽ എനിക്ക് ആ സംഗതി ഉണ്ടായത് പോട്ടെ, കയ്യിൽ നിന്ന് പോയതാന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രകടനങ്ങളാണ് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും കൊള്ളാം. ഇവിടെ എപ്പോഴും ആണിനും പെണ്ണിനും ഒരു ഉണ്ടടി, അത് ഇത്ര പറഞ്ഞാലും മാറാനും പോണില്ല. ഇതൊരവസ്ഥയാണ്.